ഒരു കൂട്ട ഉപവാസത്തിലേക്കാണ് അവർ പോകുന്നത്. അങ്ങേയറ്റം ദയനീയമായൊരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. മനസാക്ഷിയുള്ള ഒരാളെങ്കിലും കേരളത്തിലെ CPM-ൽ ഇല്ലേ? ആണായിട്ടോ പെണ്ണായിട്ടോ ഭിന്നലിംഗക്കാരായിട്ടോ ആരെങ്കിലും വേണ്ടേ? 41 ദിവസമായി കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ അടിസ്ഥാന ശിലകളായ സഹോദരിമാർ ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ CPM-ൻ്റെ നേതാക്കന്മാർ നിരനിരയായി നിന്ന് അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു. ഒരു ഭാഗത്ത് മൗനത്തിൻ്റെ വാഗ്മീതത്തിൽ പിണറായി വിജയൻ കയറിയിരിക്കുന്നു. കിട്ടാവുന്ന വേദികളിലെല്ലാം CPM-ൻ്റെ നേതാക്കന്മാർ ആക്ഷേപിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ന്യായമല്ലെന്ന് ഈ കേരളത്തിൽ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ തലയിൽ ആള് താമസമുള്ള ഒരാളെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തുടക്കകാലത്ത് ആശാ വർക്കർമാരുടെ സേവനം പരിമിതമായിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പദ്ധതികളും ഏതാണ്ട് എല്ലാ മാനവ വികസന പദ്ധതികളും അവർ വഴിയാണ് നടപ്പാക്കുന്നത്. അവരുടെ ജോലിഭാരം കാലാനുസൃതമായി കൂടിയപ്പോൾ വേതനം കാലാനുസൃതമായി പരിഷ്കരിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. ഒന്നും വേണ്ട. CPM-ലെ മാനിഫെസ്റ്റോ പറഞ്ഞെന്താ? തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞത് നടപ്പാക്കാൻ പോലും മനസാക്ഷി ഇല്ലാത്തവരായി. അതിനുമപ്പുറത്തേക്ക് 3 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന സ്ത്രീകളുടെ ആരോഗ്യനില എത്രത്തോളം വഷളാവുമെന്നറിയാമോ? എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണം. പിണറായി വിജയന്റെ മൂക്കിന് താഴെ നടക്കുന്ന ഈ സമരം കാണാതെ ആ കിയ കാർണിവൽ കാറിക്കരുത് നടക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ സമരം ഒത്തുതീർപ്പാക്കിക്കണം.